കേരളത്തിന്റെ ചരിത്രത്തിൽ ചില പേരുകൾ കാലം കഴിഞ്ഞാലും മായാതെ നിൽക്കും. അത്തരത്തിൽ ഒരു പേരാണ് കേരളവർമ്മ പഴശ്ശിരാജാവ്. വെറും ഒരു രാജകുമാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു യോദ്ധാവ്. സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു ധീരൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തമായ സൈന്യത്തിനെതിരെ വർഷങ്ങളോളം പോരാടിയ ഈ വീരനെ ചരിത്രം വിളിച്ചത് കേരള സിംഹം എന്നാണ്. ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച ആ മഹാനായ പോരാളിയുടെ കഥ. കേരളവർമ്മ പഴശ്ശിരാജാവ് ജനിച്ചത് 1753 ജനുവരി 3 കണ്ണൂർ ജില്ലയിലെ പഴശ്ശിയിൽ ആയിരുന്നു. അദ്ദേഹം വടക്കൻ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു. അന്നത്തെ കാലത്ത് കേരളം ചെറിയ ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ചെറുപ്പം മുതൽ തന്നെ കേരളവർമ്മക്ക് ആയുധ പരിശീലനത്തിലും യുദ്ധതന്ത്രങ്ങളിലും താല്പര്യമുണ്ടായിരുന്നു. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയുടെയും പിന്നീട് ടിപ്പു സുൽത്താന്റെ മലബാർ അധിനിവേശം കോട്ടയം രാജവംശത്തെ പ്രതിസന്ധിയിലാക്കി. ഈ സമയത്താണ് തങ്ങളുടെ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ പഴശ്ശിരാജ തന്ത്രപൂർവ്വം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു താൽക്കാലിക സംഘത്തിൽ ഏർപ്പെടുന്നത്. മൈസൂർ സൈന്യത്തെ മലബാറിൽ നിന്ന് തുരത്താൻ കമ്പനി പഴശ്ശിയെ സഹായിക്കും എന്നതായിരുന്നു കരാർ. ടിപ്പു സുൽത്താനുമായുള്ള യുദ്ധം അവസാനിച്ചതോടെ മലബാറിന്റെ അധികാരം കമ്പനിയുടെ കൈകളിലായി. കരാർ പ്രകാരം കോട്ടയത്തിന്റെ ഭരണം പഴശ്ശിരാജയ്ക്ക് നൽകുന്നതിന് പകരം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ അമ്മാമനായ കുറുമ്പ്രനാട് രാജാവിന് ഭരണം വെച്ച് നീട്ടി. മലബാറിലെ ജനങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ അമിതമായ നികുതി ചുമത്തി. ദരിദ്രരായ കർഷകരുടെ നെല്ലും കുരുമുളകും അവർ ബലമായി പിടിച്ചെടുത്തു. ജനങ്ങളുടെ ദുരിതം കണ്ടു നിൽക്കാൻ ആ ധീരനായ രാജകുമാരന് കഴിയുമായിരുന്നില്ല. ഇതാണ് 1793 തൊട്ട് 1797 വരെയുള്ള പഴശ്ശി വിപ്ലവത്തിന് വഴിവെച്ചത്. പഴശ്ശിരാജ നികുതി പിരിവ് തടഞ്ഞു. ഇതോടെ ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിയെ തടവിലാക്കാൻ വൻ സന്നാഹത്തോടെ പുറപ്പെട്ടു. ഇത് മനസ്സിൽ കണ്ട പഴശ്ശി തന്റെ സേനാനായകരോടൊപ്പം വയനാടൻ കാടുകളിലേക്ക് നീങ്ങി. വയനാടൻ കാടുകളെ കുറിച്ച് അണുവിട തെറ്റാതെ അറിയാവുന്ന കുറുമർ, കുറിച്ചർ തുടങ്ങിയ ഗോത്രവർഗക്കാരെ പഴശ്ശി തന്റെ സൈന്യത്തിന്റെ ഭാഗമാക്കി. തലക്കൽ ചന്തു എന്ന വീരനായ കുറിച്ച പടത്തലവനും കൈതേരി അമ്പു ഇടച്ചേന കുങ്കനും പഴശ്ശിയുടെ വിശ്വസ്ത പോരാളികളായി മാറി. ചുരങ്ങൾ കയറി വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ കാടിന്റെ മറവിൽ നിന്നും അമ്പും വില്ലും നാടൻ തോക്കുകളും ഉപയോഗിച്ച് അവർ ആക്രമിച്ചു. എവിടെ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് പോലും അറിയാതെ കമ്പനി സൈന്യം കൂട്ടത്തോടെ ചത്തൊടുങ്ങി. 1797 ഉണ്ടായ പെരിയ ചുരം യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് കനത്ത നാശനഷ്ടമാണ് പഴശ്ശിയുടെ പടയാളികൾ വരുത്തിവെച്ചത്. 1800 നടന്ന പനമരം ആക്രമണം ഈ പോരാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്നാണ്. എടച്ചേന കുങ്കന്റെ നേതൃത്വത്തിൽ പഴശ്ശി രാജാവിന്റെ സേന പനമരത്തെ ബ്രിട്ടീഷ് ഔട്ട്പോസ്റ്റ് ആക്രമിച്ചു. നിരവധി ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെടുകയും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ വിജയം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഞെട്ടിച്ചു. ഈ സംഭവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിനെ ഒരു പ്രാദേശിക രാജാവായി മാത്രമല്ല ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി കാണാൻ തുടങ്ങി. അദ്ദേഹത്തെ പിടികൂടാൻ വലിയ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ വർഷങ്ങളോളം വയനാട്ടിലെ വനങ്ങൾ പഴശ്ശി രാജാവിനെ സംരക്ഷിച്ചു. പഴശ്ശി രാജാവിനെ കീഴടക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയോഗിച്ച പ്രധാന സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ആർതർ വെല്ലസ്ലി. പിന്നീട് യൂറോപ്പിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ തോൽപ്പിച്ച പ്രശസ്തനായ സൈനികനായ വെല്ലസ്ലി ഇന്ത്യയിൽ തന്റെ സൈനിക കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. വെല്ലസ്ലി പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സൈനിക ക്യാമ്പുകൾ സ്ഥാപിക്കുകയും വയനാടിനെ വളയുകയും പഴശ്ശിയുടെ പിന്തുണക്കാരെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കനത്ത മഴയും ദുർഘടമായ മലനിരകളും നാട്ടുകാരുടെ പിന്തുണയും കാരണം ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ചെറിയൊരു സൈന്യവുമായി ഒരു രാജാവ് ലോകത്തിലെ ശക്തമായ സാമ്രാജ്യത്തിന്റെ സൈന്യത്തെ വർഷങ്ങളോളം ചെറുത്തു നിന്നത് ചരിത്രത്തിലെ അപൂർവ സംഭവമായിരുന്നു. 1805 പഴശ്ശി രാജാവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള പോരാട്ടം അവസാന ഘട്ടത്തിലെത്തി. ഏകദേശം ഒരു ദശാബ്ദത്തിലേറെയായി വയനാടൻ കാടുകളെ യുദ്ധഭൂമിയാക്കി പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരെ ചെറുത്തു നിന്നു. എന്നാൽ തുടർച്ചയായ സൈനിക നീക്കങ്ങളും ബ്രിട്ടീഷുകാരുടെ ശക്തമായ വളയലും കാരണം പഴശ്ശിയുടെ പ്രതിരോധം കൂടുതൽ ബുദ്ധിമുട്ടിലായി. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിനെ പിടികൂടാൻ പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചു.
അദ്ദേഹത്തിന് സഹായം നൽകിയിരുന്ന പ്രാദേശിക നേതാക്കളെയും പിടികൂടുകയും ഭക്ഷണവും ആയുധങ്ങളും ലഭിക്കുന്ന വഴികളും തടയുകയും ചെയ്തു. വയനാട്ടിലെ കാടുകളിൽ ഒളിച്ചിരുന്ന പഴശ്ശിയുടെ സൈന്യത്തിന് സാധനങ്ങൾ എത്തിക്കുന്നത് ബുദ്ധിമുട്ടായി. എന്നിരുന്നാലും പഴശ്ശിരാജാവ് കീഴടങ്ങാൻ തയ്യാറായില്ല. 1805 അവസാന മാസങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിരാജാവിന്റെ നീക്കങ്ങൾ കണ്ടെത്താൻ രഹസ്യ വിവര ശൃംഖല ശക്തമാക്കി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് ഹാർവി ബാർബർ പഴശ്ശിരാജാവിനെ അവസാനമായി പിടികൂടാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി. പഴശ്ശിരാജാവ് തന്റെ വിശ്വസ്തരായ അനുയായികളോടൊപ്പം വയനാട്ടിലെ മാവിലത്തോട് പ്രദേശത്ത് കഴിയുകയായിരുന്നു. 1805 നവംബർ 30 മാവിലത്തോട് സമീപം ബ്രിട്ടീഷ് സൈന്യവും പഴശ്ശിരാജാവിന്റെ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. വളഞ്ഞുപോയ സാഹചര്യത്തിലും പഴശ്ശിരാജാവ് അവസാന നിമിഷം വരെ പോരാടി. യുദ്ധത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ പഴശ്ശി പ്രതിരോധത്തിന് അന്ത്യം സംഭവിച്ചു. പഴശ്ശിരാജാവിന്റെ മരണം ഒരു യോദ്ധാവിന്റെ അവസാനം മാത്രമായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ ഒരു നേതാവിന്റെ വീരമൃത്യുവായിരുന്നു അത്. വലിയൊരു സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തിക്കെതിരെ വർഷങ്ങളോളം ചെറുത്തുനിന്ന അദ്ദേഹത്തിന്റെ പോരാട്ടം കേരള ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നു.